പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു PSC ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1ഉം 2ഉം നമ്മൾ ചെയ്തു. മൂന്നാമത്തേതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ചേരുംപടി ചേർക്കുക. 1ാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം, ഹിറ്റ്ലർ, ബെനിറ്റോ മുസോളിനി. ബി സെക്ഷനിൽ കരിങ്കുപ്പായക്കാർ, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, തവിട്ട് കുപ്പായക്കാർ, അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താണെന്ന് നോക്കാം. ആൻസർ എ ഓപ്ഷനാണ് ആൻസർ. എ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1ാം ലോകമഹായുദ്ധത്തിലെ ആൻസർ ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. രണ്ടാമത്തത് 2ാം ലോകമഹായുദ്ധം, അതിലെ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമാണ് ആൻസർ. മൂന്നാമത്തത് ഹിറ്റ്ലറിൻ്റെ തവിട്ട് കുപ്പായക്കാർ. 4ാമത്തെ ബെനിറ്റോ മുസോളിനി, കരിങ്കുപ്പായക്കാർ. അപ്പോൾ ഈ ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം മാറാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കോഡ് ഉണ്ടാക്കി പഠിച്ചാൽ മതി. നിങ്ങളുടേതായ കോഡെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജർമ്മനിയുടെ ജ എടുക്കുക, ആസ്ട്രിയയുടെ ഈയുടെ ഇ. അപ്പോൾ അങ്ങനെ നല്ല മറക്കാത്തതായിട്ടുള്ള ഒരു കോഡ് നിങ്ങൾ തന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്തിട്ട് കോഡാക്കി പഠിക്കുക. അപ്പോൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും 1ാം ലോകമഹായുദ്ധത്തിലെ രൂപീകരിച്ച 2 സഖ്യങ്ങളാണ്. ഇത്തരം സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണ് തീവ്രദേശീയത. മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇത് തീവ്രതയേറിയ അഗ്രസീവ് നാഷണലിസം എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങളാണ് സ്വീകരിച്ചത്. അതിലൊന്നാണ് തീവ്രദേശീയത. മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇതിനെയാണ് തീവ്രദേശീയത എന്ന് പറയുന്നത്. അഗ്രസീവ് നാഷണലിസം. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ തീവ്രദേശീയതയുടെ പ്രത്യേകത എന്തായിരുന്നു? സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഈ തീവ്രദേശീയതയുടെ പ്രത്യേകതയായിരുന്നു. തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. ഇവ മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. പാൻ സ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. എന്താണ്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാനായിട്ട്, അതായത് ഒരേ വംശം ആയിട്ട് മാറ്റാനായിട്ട് റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. പാൻ സ്ലാവ് പ്രസ്ഥാനം ആരുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ആരുടെയാണ്? റഷ്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ടതാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം.
ഇനി അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലകളിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലകളിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം, ജർമ്മനി ആണ് പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിലെ ജർമ്മനിയാണ്. ഏത് വർഗക്കാരെയാണ്? ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതിനെ ജർമ്മനി കണ്ടെത്തിയ മാർഗമായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനം. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ പാൻ ജർമ്മൻ പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ജർമ്മനിയുടെ. അപ്പോൾ ഈ പേരിൽ തന്നെ ജർമ്മൻ എന്നുണ്ട്. അപ്പോൾ ജർമ്മനിയുടേതാണെന്ന് നമുക്കറിയാം. അത് ഏത് വർഗക്കാരെ ഏകോപിപ്പിക്കാനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കാനാണ്. അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനം സ്ലാവ് വർഗക്കാരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് റഷ്യയാണ് ആഗ്രഹിച്ചത്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ആഗ്രഹിച്ചത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതാണ് ഞാനിത് ഹൈലൈറ്റ് ചെയ്യുന്നത്. പ്രതികാര പ്രസ്ഥാനം, റിവഞ്ച് മൂവ്മെൻറ്റ്. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൾസൈസ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. ആരുടെ നേതൃത്വത്തിലാണ്? ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികാര പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൾസൈസ്, ലോറൈൻ എന്നീ 2 പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും ഈ 2 അൾസൈസ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കണം, എന്നാലേ ഇത് മറക്കാതിരിക്കുകയുള്ളൂ. മനസ്സിലായ? ഇനി സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും. സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ, അതാണ് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി. അതെന്താണെന്ന് നോക്കാം. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അങ്കഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി. ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. അത് എന്താണ്? 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പ് ഇട്ട ഒരു സന്ധി അനുസരിച്ചിട്ട് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലെ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. അതായത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലെ ഫ്രാൻസ് കയറി അങ്ങോട്ട് ആധിപത്യം സ്ഥാപിച്ചു. അത് ബ്രിട്ടൻ അംഗീകരിച്ചു. അപ്പോൾ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ജർമ്മനിക്ക് ഇത് അംഗീകരിക്കാനായില്ല. മൊറോക്കൻ തുറമുഖമായ അങ്കഡറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. ഇതെല്ലാം ഇമാജിൻ ചെയ്ത് കാണണം കേട്ടോ, എന്നാലത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി. ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. ഇതിനെയാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനി ബാൾക്കൻ പ്രതിസന്ധി. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്.
ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത് ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ്. ഇത് ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൻ സഖ്യം എന്ന് സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ അത്രയും രാജ്യങ്ങൾ തുർക്കിയെ പരാജയപ്പെടുത്തി. അതാണ് ബാൾക്കൻ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ബാൾക്കൻ സഖ്യത്തിലെ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇത്രയും രാജ്യങ്ങളുണ്ടല്ലോ ബാൾക്കൻ സഖ്യത്തിൽ: സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ. ഇവയെല്ലാം ചേർന്ന് തുർക്കിയെ അങ്ങോട്ട് പരാജയപ്പെടുത്തി. യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ ഇവർ പങ്കിട്ടെടുത്ത നേരത്ത് തല്ലെടുത്തുണ്ടായി. അപ്പോൾ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് എന്തിന് കാരണമായി? ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ഈ സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. അതാണ് ബാൾക്കൻ പ്രതിസന്ധി കേട്ടോ. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. ഈ സമയത്താണ് 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിൻ്റെ ബോസ്നിയൻ തലസ്ഥാനമായ സരാവോയിൽ വച്ച് സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നത്. സെർബിയയാണ് ഇതിന് ഉത്തരവാദിയെന്ന് പ്രഖ്യാപിച്ച ആസ്ട്രിയ സെർബിയയ്ക്ക് മേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികളായി. അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോകമഹായുദ്ധം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം എന്ന് അറിയപ്പെടുന്നത് എന്താണെന്ന് ഒന്നും കൂടി നമുക്ക് നോക്കാം. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. ബാൾക്കൻ പ്രദേശത്ത് അവിടെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് റഷ്യയുടെ സഹായത്തോടെ സെർബിയയും വന്നു, ജർമ്മനിയുടെ സഹായത്തോടെ ആസ്ട്രിയയും വന്നു. അത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് കാണാം കേട്ടോ. ഈ സമയത്ത് 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡായിരുന്നു ആസ്ട്രിയൻ കിരീടാവകാശി ആയിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരാവോയിൽ വച്ച് സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നു. സെർബിയയാണ് ഇതിന് ഉത്തരവാദിയെന്ന് പ്രഖ്യാപിച്ച ആസ്ട്രിയ സെർബിയയ്ക്ക് മേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിച്ചു. മനസ്സിലായോ? അങ്ങനെയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. സെർബിയയാണ് ഇതിന് ഉത്തരവാദി എന്ന് ആസ്ട്രിയ പറഞ്ഞുകൊണ്ട് 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഈ ഒരാഴ്ച നടന്ന യുദ്ധം, അതിന് ഒരു കാരണമുണ്ടായല്ലോ. ആ കാരണം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 2025 ഏപ്രിൽ 22 എന്തായിരുന്നു യുദ്ധം തുടങ്ങാനുണ്ടായ കാരണം എന്താണ്? ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 ഇന്ത്യൻ തീർത്ഥാടകർ കൊല്ലപ്പെട്ടു. അങ്ങനെ അതിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായത്. അപ്പോൾ അതുപോലെയാണ് ഈ ഒന്നാം ലോകമഹായുദ്ധവും. ഈ ഫ്രാൻസിൻ്റെ ഫെർഡിനൻഡിനെ തലസ്ഥാനമായ സരവോയിൽ വെച്ചിട്ട് ഒരു സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നു.
അപ്പോൾ സെർബിയയാണ് ഇതിന് ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ച ആസ്ട്രിയ യുദ്ധം പ്രഖ്യാപിച്ചു 1914. അങ്ങനെ ഓരോ രാഷ്ട്രങ്ങളും ചേരിതിരിഞ്ഞ് ആ രാഷ്ട്രങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടുമല്ലാതെയും ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലെ പങ്കാളിയായി. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയണം. പല രാഷ്ട്രങ്ങളും ഇതിൻ്റെ പേരിൽ യുദ്ധത്തിലേക്ക് വന്നു. യുദ്ധത്തിൻ്റെ ഫലങ്ങൾ നോക്കാം. ഇതെല്ലാം പറയുന്നത് ഇതിനെ തുടർന്ന് ആ ക്വസ്റ്റ്യൻ അവിടെ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ് വന്നേക്കണതിനെ തുടർന്ന് ഇനി വരുന്ന ക്വസ്റ്റ്യൻസുകളിൽ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പല ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഒന്നാം ലോക യുദ്ധം 1918 അവസാനിച്ചു. അപ്പോൾ 1914 തുടങ്ങിയിട്ട് 18 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരുക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്രസഖ്യം ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു. ഇതൊക്കെ ക്വസ്റ്റ്യനായിട്ട് വരാൻ കേട്ടോ. ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാഷ്ട്രസഖ്യം രൂപം കൊണ്ടത് എന്തിനെ തുടർന്നാണ്? ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നാണ്. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഴാങ് റെനോയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. ഴാങ് റെനോയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. ഇത് പഠിച്ചിരുന്നോ? ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഗ്രാൻഡ് ഇല്യൂഷൻ്റെ പ്രിൻ്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു. ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾഡ് ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി ക്യൂബർട്ടിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചലച്ചിത്രങ്ങളും ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCയുടെ കണ്ണിൽ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിരിക്കണം ഉറപ്പായിട്ടും കേട്ടോ. ഴാങ് റെനോയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ, ഓൾഡ് ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചലച്ചിത്രങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരങ്ങളാണ്. സമാധാന ശ്രമങ്ങൾ. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ചത് ആരൊക്കെയാണ്? ബ്രിട്ടനും ഫ്രാൻസും. 1919 പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച്, അപ്പോൾ പാരീസിലാണ് 1919 നടന്ന സമാധാന സമ്മേളനത്തിൽ വച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവർ വെവ്വേറെ സന്ധികൾ ഒപ്പിട്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വേഴ്സായ് സന്ധി. 1919 ഒപ്പുവെച്ച വേഴ്സായ് സന്ധി ആരുമായിട്ടാണ് ഒപ്പുവെച്ചത്? ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ച വേഴ്സായ് സന്ധി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധനഷ്ടപരിഹാരമായി വൻ തുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. സമ്പന്നമായ ഖനി പ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. എല്ലാറ്റിനുമുപരി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഇതാണ് യുദ്ധ അനന്തര ഫലങ്ങൾ. ഒരു പേജും കൂടി നോക്കാം. സാമ്പത്തിക മാന്ദ്യം.
ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. ഇത് ക്വസ്റ്റ്യൻ വരാവുന്നതാണ് കേട്ടോ. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യം ഏതായിരുന്നു? അമേരിക്ക. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. അതോടെ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു. അങ്ങനെയൊക്കെയാണ് അമേരിക്ക ലോകത്തിലെ തന്നെ സമ്പന്ന രാഷ്ട്രമായിട്ട് മാറിയത് കേട്ടോ. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടു നിന്നില്ല. 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലായിരുന്നു. അതിൻ്റെ ഫലങ്ങൾ ശ്രദ്ധിക്കുക. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനികളിലെ ജനങ്ങളുടെ ചുമതലയിലായി. എന്താണ് കറുത്ത വ്യാഴാഴ്ച എന്ന് നോക്കാം. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയെയാണ് കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നത്. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. ധാരാളം പേർ ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു. തൊഴിലില്ലായ്മ രൂക്ഷമായി. ലോക വാണിജ്യം തന്നെ തകരാറിലായി. അതാണ് കറുത്ത വ്യാഴാഴ്ചയുടെ പ്രത്യേകത. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പോയിന്റും വെച്ചിട്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത പോയിൻ്റാണ് രണ്ടാം ലോകമഹായുദ്ധം. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.